പക്ഷെ ഇപ്പോൾ നമ്മൾ കണ്ട പഞ്ചവാദ്യത്തിന്റെ അടക്കമുള്ള മത്സരങ്ങളുടെ ദൃശ്യങ്ങൾ ഒരുപക്ഷെ വലിയൊരു ആസ്വാദക സമ്പന്നത തൃശ്ശൂരിന് മാത്രം അവകാശപ്പെടാവുന്നത് അത് ഈ ഇത്തവണത്തെ കലോത്സവത്തിന് ഏറെ ഗുണം ചെയ്തു. തൃശ്ശൂരിന് മാത്രം അവകാശപ്പെടാന്ന് പറഞ്ഞാലേ ഈ മേളം, പഞ്ചവാദ്യം, പാണ്ടി, പഞ്ചാരി, ഇത്തരം മേളങ്ങളൊക്കെ പെരുവനത്തിന്റെ കുഴൂര്, പെരുവനം അങ്ങനെയുള്ള കുറച്ച് നാട്ടിൽ നിന്നുണ്ടായ ഈ മേള പ്രസ്ഥാനം. അത് ആറാട്ടുപുഴ എന്ന് പറയുന്നത് ഞാൻ ജനിച്ച എൻ്റെ നാട്, തൃശ്ശൂർ ജില്ലയിൽ ആറാട്ടുപുഴ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചത്. അവിടെയാണ് ഈ പൂരം എന്ന പേരുണ്ടായത് തന്നെ. പൂരപ്പെരുമ, ദേവമേള എന്നൊക്കെ പറയുന്നത് എൻ്റെ നാട്ടിലാണ്. അവിടെ നിന്ന് പോന്നതാണ് തൃശ്ശൂർ പൂരം, മറ്റുള്ള ഇതര പൂരങ്ങളും. അപ്പോൾ ഈ പഞ്ചാരി, പാണ്ടി അങ്ങനെയുള്ളതായ മേളങ്ങൾ, ഈ നാടകോടി, എന്തൊക്കെ സംഗീത ശാഖയുണ്ടോ അതൊക്കെ ഗ്രാമത്തിൻ്റെ വെളിച്ചത്തിലുണ്ടായ കാര്യങ്ങളാണ്. അപ്പോൾ ഈ പഞ്ചവാദ്യത്തിൻ്റെ കാര്യത്തിൽ അന്നമനട പരമേശ്വരന്മാരാർ എടുത്തു പറയേണ്ട ആളാണ്. അതേമാതിരി നമ്മുടെ മേളം, പാണ്ടി മേളം, പഞ്ചാരി മേളം, കുട്ടന്മാരാർ, പെരുവനം, ഇതൊക്കെ ഇതിൻ്റെ എന്താ പറയുക, ഈ മേളത്തിൻ്റെ അവരുടെ അച്ഛനായിട്ടുണ്ടായ പാരമ്പര്യത്തിൽ നിന്ന മക്കളവരൊക്കെ ആ പേര് നിലനിർത്തി. അപ്പം നമുക്ക് ഈ ഭാഗത്ത് തൃശ്ശൂരൊക്കെ എല്ലാ വർഷവും പെരുവനം, തൃശ്ശൂർ ജില്ലയിലുള്ള ആൾക്കാർക്കാണ് ഈ മേളത്തിലൊക്കെ പ്രൈസ് കിട്ടാറ്. തൃശ്ശൂർ ജില്ല, അത് പാലക്കാട് ജില്ലയും ഒക്കെ വിടും. തൃശ്ശൂരാണ് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ടത് ഈ മേളത്തിൻ്റെ കാര്യത്തിൽ. മറ്റുള്ള മേളങ്ങളൊക്കെ ഈ ശിങ്കാരി മേളൊന്നും ഇതിൽ പെട്ടല്ലോ. അപ്പോൾ അതിൽ പറയപ്പെടുന്ന ഒരുപാട് പ്രസ്ഥാനങ്ങൾ വേറെ ഉണ്ടാക്കിയിട്ടുണ്ട് പലതരത്തിലും. തെക്കൻ ജില്ലകൾ പോയ പഞ്ചാരി പാട്ടിക്ക് പ്രാധാന്യമില്ല. ശ്രീ സോഹൻ റോയ്, ഈ ഒരു ഗൃഹാതുരതയിലേക്കുള്ള ഒരു തിരികെ നടത്തമാണോ കൃത്യമായി പറഞ്ഞാൽ ഈ കലോത്സവ വേദികളിലൂടെയുള്ള യാത്ര? മുൻവർഷം ഇങ്ങനെ ഞാൻ മിക്കവാറും എപ്പോഴൊക്കെ സമയം കിട്ടിയാലും ഇതുപോലെയുള്ള യുവജനോത്സവ വേദിയിൽ വരാറുണ്ട്. പക്ഷേ അന്ന് എന്നെ ആരും തിരിച്ചറിയാത്തതുകൊണ്ടായിരിക്കും. പക്ഷേ കഴിഞ്ഞ 4 വർഷമായിട്ട് ഞാൻ എങ്ങും പോയില്ല. കാര്യം ഞാൻ ഈ സിനിമയുടെ പുറകിലായതുകൊണ്ട് വളരെ ടൈമിൻ്റെ ഒരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ 4 വർഷത്തിന് ശേഷം ഞാൻ ഒരു യുവജനോത്സവ വേദിയിലേക്ക് മടങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ത്രില്ലായിരിക്കുകയാണ്. ആ ഒരു മൂഡിലേക്ക് പെട്ടെന്ന് കടന്നു വരാൻ പറ്റി. അതുപോലെ തന്നെ സാർ, നമ്മുടെ ഈ ഇത്തവണത്തെ കലോത്സവത്തിൽ ഏറ്റവും വലിയ ഒരു ചർച്ചാ വിഷയമായി വന്നത് കലാതിലക പ്രതിഭ പട്ടങ്ങൾ. കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറഞ്ഞു അതിലൊരു പുനരാലോചന ആവശ്യമാണ്, ചർച്ചയ്ക്ക് ശേഷം തീരുമാനമെടുക്കുന്ന തരത്തിൽ. സാറിന്റെ അഭിപ്രായത്തിൽ അത് തിരിച്ചു വരേണ്ട ഒരു കാര്യമാണോ കലാതിലക? അല്ല, ഇതിൽ പങ്കെടുത്ത ഒരു വ്യക്തി എന്ന നിലയിലും ഇത് സംഘടിപ്പിച്ച ഒരു വ്യക്തി എന്ന നിലയിലും ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും അത് വേണം. ഒരു വല്ലാത്തൊരു ത്രില്ലുണ്ടാക്കുന്നത്. അത് മാത്രമല്ല ഈ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അത് വേണം. നമ്മൾ ഇതൊക്കെ പിൻവലിക്കേണ്ടി വന്നത് ഇവിടുത്തെ ജഡ്ജ്മെന്റിലുണ്ടായ പ്രോബ്ലംസ് കൊണ്ടാണ്. നമ്മൾ അവിടെയാണ് കറക്റ്റ് ചെയ്യേണ്ടത്. നമ്മൾ ഈ ഒരു രോഗം വരുമ്പം രോഗം അറിഞ്ഞ് ചികിത്സിക്കുക, അല്ലാതെ ഇതെല്ലാം കൂടി എടുത്ത് കളയുന്നത് അതല്ല അതിൻ്റെ രീതി. മനസ്സിലായില്ലേ? അപ്പം അത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ രസമായിരിക്കും. കാര്യം അത് സംഘാടകർക്കും നല്ല ത്രില്ലാണ്. അത് അനൗൺസ് ചെയ്യുന്നൊരു സമയം, ഇത് അതിനുവേണ്ടി കാത്തിരിക്കുന്ന കുട്ടികൾ, അതിനകത്ത് ആ ഒരു മത്സരത്തിൽ ഏറ്റവും ത്രില്ല് ഫസ്റ്റ് ഡിക്ലെയർ ചെയ്യുന്ന സമയത്താണ്. അതുപോലെ ആ കലോത്സവത്തിന്റെ ഏറ്റവും മനോഹരമായ മുഹൂർത്തം ആ കലാതിലകത്തിന്റെയും കലാപ്രതിഭയെ അനൗൺസ് ചെയ്യുന്ന സമയത്താണ്. വളരെയധികം നന്ദി ശ്രീ വിദ്യാധരൻ മാസ്റ്ററൊപ്പം തന്നെ ശ്രീ സോഹൻ റോയ് ഇവിടെ അതിഥികളായി എത്തി കൂടുതൽ വിശേഷങ്ങളൊപ്പം ഉപദേശങ്ങളും സമ്മാനിച്ചതിന്.